കരിപ്പൂരിൽ നിന്നുള്ള വിമാനം വൈകുന്നതിൽ യാത്രക്കാർ പ്രതിസന്ധിയിൽ. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് ഇന്നലെ വൈകിട്ട് 6:40 പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ദുബായിൽ നിന്ന് വിമാനം ഇതുവരെ കരിപ്പൂരിലും എത്തിയിട്ടില്ല. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് 6:40 പുറപ്പെടേണ്ട ഫ്ലൈറ്റാണ്. ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഏറ്റവും വലിയ പ്രതിസന്ധി നിനിഷ, കാരണം ഈ സ്പൈസ് ജെറ്റ് അധികൃതരിൽ നിന്ന് അവരുടെ ഓഫീസിൽ നിന്നോ ഒരു വ്യക്തമായ മറുപടിയും ലഭിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് 6:40 ദുബായിലേക്ക് പോകേണ്ടതാണ് ഈ സ്പൈസ് ജെറ്റ് വിമാനം. യാത്രക്കാർ ഏകദേശം 1:30-2 മണിയോട് കൂടി സെക്യൂരിറ്റി ചെക്കും മറ്റാവശ്യങ്ങൾക്കുമായി നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തതാണ്. ഒരു ഘട്ടത്തിലും ഇവർക്ക് റൂമോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. ഈ വിമാനം ദുബായിൽ നിന്നും മുംബൈയിൽ നിന്നും കരിപ്പൂരിലേക്ക് എത്തേണ്ട വിമാനമാണ്. ആ വിമാനം ഇതുവരെയും മുംബൈയിൽ പോലും എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ യാത്ര പുറപ്പെടും എന്നുള്ളതിന് ഒരു വ്യക്തമായ മറുപടി പറയാൻ അധികൃതർക്കും ആവുന്നില്ല. എന്തായാലും കടുത്ത പ്രതിഷേധം യാത്രക്കാർക്കുണ്ട്. ചില യാത്രക്കാർ മറ്റു വിമാനത്തിൽ ദുബായിലേക്ക് അടിയന്തരമായി പോകേണ്ടവർ ഇന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കരിപ്പൂർ എയർപോർട്ടിൽ നിരവധി യാത്രക്കാർ, 100-ലധികം എന്തായാലും യാത്രക്കാർ കരിപ്പൂരിൽ കുടുങ്ങിയിട്ട് 12 മണിക്കൂറിലധികമായി കൃത്യമായ മറുപടി പോലും സ്പൈസ് ജെറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരം. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.